ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങളുടെയൊക്കെ ഫ്രോക്ക് തയ്ക്കുമ്പോൾ എങ്ങനെയാണ് വേസ്റ്റിൽ ആ ഒരു ചുരുക്കിട്ട് കൊടുക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഓരോ ഫ്രോക്കിനും നമ്മൾ 7 മീറ്റർ, 8 മീറ്റർ, 9, 10 അങ്ങനെ അത്രയും നമ്മൾ ചുരുക്കിയിട്ടെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ചുരുക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഒക്കെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിലൊക്കെ കാണിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതാ ഈ ഒരു മോഡലാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ കാണിക്കുന്നത്. ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ പിടിച്ചിട്ട് ഒരു ഭാഗം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടും ഒരു ഭാഗം കൈകൊണ്ടും ഇങ്ങനെ ചുരുക്കി വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് മോട്ടർ വെച്ചിട്ടുള്ള മെഷീനിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കുക കാലുകൊണ്ട്. അപ്പോൾ ഒരു 2 സ്റ്റിച്ചൊക്കെ ഇങ്ങനെ വന്നോളും. അതല്ലെങ്കിൽ നോർമൽ മെഷീനാണെങ്കിൽ ഈ ഒരു പരിപാടി നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് 2 കൈ കൊണ്ട് ഇവിടെ പണിയെടുക്കണം. അപ്പോൾ തിരിക്കാനും ബേക്കിൽ അത് ഫുഡ് പൊക്കാനൊക്കെ ആ ഒരു പണിയും കൂടെ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് ഹൈ സ്പീഡിൽ താഴെ കാലുകൊണ്ട് നമുക്ക് ഫുഡ് പൊക്കാനുള്ളൊരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു മെഷീനിൽ ഇത് ചെയ്യാൻ ഈസി തന്നെയാണ് കേട്ടോ, ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കൈക്കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ അടുപ്പിച്ച് ചെയ്യുക കേട്ടോ. എങ്കിലേ നമുക്ക് ആ വേസ്റ്റിൻ്റെ റൗണ്ടിന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 9 മീറ്ററാണ് ഞാനത് ചുരുക്കിയിട്ടെടുത്തത്. 3 മീറ്റർ കൊണ്ടാണ് തയ്ച്ചതെങ്കിലും 9 മീറ്റർ നമ്മൾ 3 പീസാക്കി കട്ട് ചെയ്തിട്ട് 9 മീറ്റർ നമ്മൾ ചുരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അത്രയും നമ്മൾ ചുരുക്കിയെടുക്കണം. അപ്പം വളരെ ഈസി ആയിട്ടുള്ള പണിയൊന്നുമല്ല, ഈസിയാണെന്ന് ഞാൻ പറയുകയില്ല. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് ചുരുക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റിച്ചിൻ്റെ അകലം ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത് നൂല് തീർന്നതാണ് കേട്ടോ, അടിനൂല്. അപ്പോൾ ഞാൻ ആ നെറ്റ് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് മനസ്സിലായാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു രീതി എന്ന് പറയുന്നത് ഇത് നല്ല ബുദ്ധിമുട്ടുള്ള രീതി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റണ്ണിങ് ഇടാൻ എളുപ്പമാണ്, ചുരുക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വശത്തുള്ള നൂലെടുക്കുക കേട്ടോ. അപ്പോൾ താഴെ മേലെയായിട്ട് നൂലുണ്ടാവുമല്ലോ, അപ്പോൾ 2 ഭാഗത്തുനിന്ന് നമുക്ക് ചുരുക്കാൻ പറ്റും. അപ്പോൾ 2 ഭാഗത്തുനിന്ന് ചുരുക്കുമ്പോഴും മേലത്തെ നൂലാണ് എടുക്കുന്നതെങ്കിൽ 2 ഭാഗത്തു നിന്നും മേലത്തെ നൂല് തന്നെ എടുക്കുക, അതായത് 2 അറ്റത്ത് നിന്നും. എന്നിട്ട് 2 വശത്തു നിന്ന് നമുക്ക് ചുരുക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെറിയൊരു പീസായതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല, ഒരു ഭാഗത്ത് നിന്ന് തന്നെ ചുരുക്കിയെടുത്താൽ മതി. നമുക്ക് വലിയതാവുമ്പോൾ 2 വശത്തു നിന്ന് നമുക്ക് ചുരുക്കി എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് 2 അറ്റത്തു നിന്നും ഒരേ വശത്തുള്ള നൂലെടുത്തിട്ട് ചുരുക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അത് കാണിച്ചു തരാം കേട്ടോ ഞാൻ. അതിപ്പോൾ ആ ചുരുക്കി ഇങ്ങനെ എടുക്കുന്ന അതിൻ്റെ ആ ഒരു ചുരുക്ക് താഴേക്കൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ലെവലാക്കിയിട്ട് വേണം നമ്മൾ വേസ്റ്റ് ബോഡി പാർട്ടിലേക്ക് ജോയിൻ്റ് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ തന്നെ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഈ ഒരു അറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ പല ഭാഗത്തും മുകളിലേക്കുള്ളത് താഴെ ഭാഗത്തേക്കായിരിക്കും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഭംഗിയായിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ ആ ഒരു അറ്റൊക്കെ താഴേക്ക് ഇങ്ങനെ കാണുന്നുണ്ടാവും നല്ല വശത്തേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് ഈ ഒരു രീതിയാണെങ്കിൽ. അപ്പോൾ ചുരുക്കിയെടുക്കുന്നതിന് നമുക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയ വേറൊരു രീതിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് പല സ്ഥലത്തും ഇങ്ങോട്ട് താഴേക്കായിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതിനേക്കാളും ഈസി ആയിട്ടുള്ളത് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തത് റണ്ണിങ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ അറ്റത്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെറ്റിൽ പണിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ വേറെ മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നെറ്റിലാവുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അറ്റത്തൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ അകലൊക്കെ നമ്മൾ ആദ്യം തന്നെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടി വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ 2 സ്റ്റിച്ച് നമ്മൾ അടുത്തടുത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. പിന്നെ നമ്മൾ ഫ്രോക്കിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അറ്റത്തുള്ള സ്റ്റിച്ച് ഒന്നും കൂടെ ആ അറ്റത്തു കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യുന്നത് 1/2 ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ട് പോകണം, അല്ലെങ്കിൽ ആ സ്റ്റിച്ചിങ് പുറത്തേക്ക് കാണും. അപ്പോൾ അത് നമ്മൾ പിന്നെ അയച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു വശത്ത് നൂലെടുക്കുക. ഇപ്പോൾ 2 കളറിലാണ് ഈ നൂലുള്ളത് കേട്ടോ. ഒന്ന് യെല്ലോ കളറും ഒന്ന് ബ്ലാക്കുമാണ്. അപ്പോൾ മേലത്തെ ഭാഗമാണ് ബ്ലാക്ക് ഉള്ളത്. അപ്പോൾ 2 ബ്ലാക്കും കൂടെ എടുത്തിട്ട് ഇതുപോലെ ചുരുക്കിയെടുക്കുക. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇതേ ചെയ്യുള്ളൂ. അത്രയും ഈസിയാണ് കേട്ടോ അത്. പിന്നെ അത് നമ്മൾ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇത് നമുക്ക് കിട്ടും കണ്ടോ. പിന്നെ നൂല് പൊട്ടാതെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടെടുക്കുക എന്നുള്ള ആ ഒരു ടാസ്ക് മാത്രമാണുള്ളത്. അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറെ സ്റ്റിച്ച് ഇട്ടിട്ട് അവിടെ കെട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ സ്റ്റിച്ച് ഇടേണ്ടി വരും. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക നമ്മളുടെ ഓരോ ഐഡിയക്ക്. കുറേയൊക്കെ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ഐഡിയ തന്നെയാണ് വർക്കൗട്ട് ആക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ചുരുക്കിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഈസിയാണ്. നല്ല സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ടുള്ളൊരു രീതി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളതാണിത്. പിന്നെ ആദ്യത്തേതും ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഒറ്റ റണ്ണിങ് ഇട്ടിട്ടുള്ള ആ ഒരു ഇത് ഞാനിപ്പോൾ ചെയ്യാറേ ഇല്ല. ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണല്ലോ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തന്നെ ഓരോ ഐഡിയകൾ നമുക്ക് തന്നെ തോന്നി തുടങ്ങും. അപ്പോൾ അങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കുമ്പോൾ എല്ലാ ഐഡിയകളും നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ 2ൻ്റെയും വ്യത്യാസം. മറ്റേത് ആ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫ്രോക്കിന് ചുരുക്കിട്ട് കൊടുക്കാനുള്ള 3 ഐഡിയാസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.